അകക്കണ്ണിന്റെ വെളിച്ചത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്ന് കൊടകര സ്വദേശി വിനോദ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടകര കുന്നത്തറ സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ വിനോദാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണ രംഗത്ത് വാഹനങ്ങളിൽ ഉച്ചഭാഷണിയിൽ അനൗൺസ്മെന്റുമായി രംഗത്തുള്ളത്. 1989 മുതലുള്ള എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കൂടാതെ സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചരണ രംഗത്ത് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ടെന്ന് വിനോദ് പറഞ്ഞു. ഇതൊരു ഒരു ഉത്സവം പോലെയാണ്. ഈ അനൗൺസ്മെന്റ് കയറുക എന്നുള്ളതൊരു സന്തോഷമാണ്. അതൊരു ദിവസം വിളിക്കാതിരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത്. അങ്ങനെ മറ്റ് പ്രതിഫലേശിയൊന്നും കൂടാതെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശാരീരികമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വലിയ പ്രൊഫഷണലായിട്ടൊന്നുമല്ല. ഉള്ളത് ഭംഗിയായി ചെയ്തു കൊടുക്കുക, അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് കിട്ടിയ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയ്ക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കിട്ടിയ അറിവുകളും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ പങ്കുവെച്ച് ജനങ്ങളിലേക്ക് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നത്. മറ്റ് പ്രതിഫലേശയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. അതൊരു ഉത്സവം പോലെ അങ്ങനെ വർഷങ്ങളായി തുടർന്ന് പോകുന്നു. എത്ര വർഷമായെന്ന് വെച്ചാൽ എനിക്ക് പുറമെ ഏതാണ്ട് 89-ലാണ് ഞാനിവിടെ വരുന്നത്. കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാനായിട്ട് എത്തുന്നത്. ഏതാണ്ട് ആ ഒരു കാലഘട്ടം മുതൽ ഞാൻ ഈ രംഗത്ത് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും നിയമസഭയിലായാലും ലോകസഭയിലായാലും ഈ സൊസൈറ്റി തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമായിട്ട് ഈ രംഗത്തുണ്ടാവാറുണ്ട്. 11 വർഷക്കാലം കൊടകരയിലെ പ്രൊവിഡൻസ് കോളേജിൽ മലയാളം അധ്യാപകനായും ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം തന്റെ പരിമിതികളെ മറികടന്ന് തബലയിലും മൃദംഗത്തിലും മിമിക്രിയിലും ഗാനമേളയിൽ അടക്കം തന്റേതായ കഴിവുകൾ പ്രകടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അന്തരിച്ച കലാഭവൻ മണിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് വിനോദ് എന്ന് നാട്ടുകാരനും സുഹൃത്തുമായ അഫ്സൽ പറഞ്ഞു. വിനോദേട്ടനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെൻ്റെ ഒരു ചേട്ടനാണ്, സഹോദരനാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചീത്തം പിടിക്കും. പിന്നെ അതിലുപരി എൻ്റെ മാഷാണ്. എൻ്റെ ഡിഗ്രിക്ക് പ്രൊവിഡൻസ് കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ഗാനമേള അദ്ദേഹം ഒരു നാടൻ പാട്ട് ഗ്രൂപ്പിൽ സ്ഥിരം പാടുന്ന ആളാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാനും ചില ഗാനമേളയ്ക്ക് ഞങ്ങൾ ഒപ്പം പാടാറുണ്ട്. പിന്നെ നന്നായിട്ട് മൃദംഗം വായിക്കും. നല്ല അസൽ പ്രാസംഗികനാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനൊപ്പമൊക്കെ ചെയ്തിട്ടില്ലേ ചേട്ടാ? മണിച്ചേട്ടൻ്റെ ഒപ്പം ആദ്യകാല മിമിക്രി മണിച്ചേട്ടൻ്റെ സുഹൃത്താണ്. മണിച്ചേട്ടൻ അറിയാം. മണിച്ചേട്ടൻ പേരെടുത്ത് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം, കൊടകര.